റിയൽ അനാലിസിസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് കിടക്കുകയാണ്. ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് റീമാൻ ഇൻ്റഗ്രൽസ് ആണ്. നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ പ്രത്യേകിച്ച് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ y is equal to f of x ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിൻ്റെ അതായത് y is equal to f of എക്സിൻ്റെ താഴെയുള്ള ഏരിയ above x axis and in between the lines x equal to a and x equal to b. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ a to b f of x dx എന്ന് ഡിനോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ f എന്ന് ഡിനോട്ട് ചെയ്തത്. ആൻഡ് ഈ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരുന്നു. ഇതിനെ ഈ ക്ലോസ് ഇൻ്റർവൽ എ ബിനെ പല ഈക്വൽ വിഡ്ത്തുള്ള ഇൻ്റർവെൽസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇൻ്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റെക്റ്റാങ്കിൾസ് കൺസിഡർ ചെയ്യും. ആ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് ദ ഏരിയാസ് ഓഫ് റെക്റ്റാങ്കിൾസ് ഏകദേശം ദ ഏരിയ അണ്ടർ ദ ഗ്രാഫിന് ഈക്വൽ ആയിട്ട് വരും. ചില പോർഷനിൽ കുറച്ച് മിസ്സാവും, ചില പോർഷനിൽ എക്സ്ട്രാ വരും. ആൻഡ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾസ് ടെൻസ് ടു 0 എടുത്തു കഴിഞ്ഞാൽ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ റെക്റ്റാങ്കിൾസ് ദ ഏരിയ അണ്ടർ ദ കർവ് ആവും. അപ്പോൾ ഇതായിരുന്നു ലിമിറ്റ് ഓഫ് സം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നത്. ആൻഡ് അത് ഉപയോഗിച്ചിട്ട് ഇവാലുവേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പല മെത്തേഡുകളിലോട്ടും ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ ഇവാലുവേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടീസ് അതേപോലെ തിയറംസ് ഇതിനൊക്കെ കുറച്ചുകൂടി ജനറൽ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ റിമാൻ ഇൻ്റഗ്രൽസ് വഴി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന റിമാൻ ഇൻ്റഗ്രൽസ് ഡിഫൈൻ ചെയ്യുകയും അതേപോലെ റിമാൻ ഇൻ്റഗ്രബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഡെഫിനിഷനിലോട്ട് പോയാൽ അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ഇൻ ആർ എ പാർട്ടീഷൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെഫിനിഷൻ എന്താണ്? പാർട്ടീഷൻ പി. പാർട്ടീഷൻ പി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് എ ഫൈനൈറ്റ് ഓർഡേർഡ് സെറ്റ് എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എൻ. അതിൽ ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത് എ ആവണം ആൻഡ് എക്സ് എൻ ഇസ് ബി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ് ഇൻ്റർവൽ എ ബി കൺസിഡർ ചെയ്യുന്നു. ആ ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് എക്സ് വൺ, അപ്പോൾ എക്സ് വൺ ആദ്യത്തത്, എക്സ് നോട്ട് ഏത് തന്നെയാണ്, എക്സ് ടു എക്സെട്ര ലാസ്റ്റ് എക്സ് എൻ എന്ന് പറയുന്നത് ബിയും. ഇങ്ങനെ ഇതിനെ പാർട്ടീഷൻ ചെയ്യാം. സോ പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എൻ സച്ച് ദാറ്റ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എക്സെട്ര എക്സ് എൻ. അപ്പോൾ വെറുതെ ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ വിഡ്ത്ത് വേണം എന്ന് പറയുന്നില്ല, ഡിവൈഡ് ചെയ്യുന്നു. സോ അങ്ങനെയുള്ള ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഓഫ് എ ബി അല്ലെങ്കിൽ ഐ, അതിനെയാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു പാർട്ടീഷൻ പി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പി ഡിവൈഡ്സ് ക്ലോസ് ഇൻ്റർവൽ എ ബി ഇൻടു നോൺ ഓവർലാപ്പിംഗ് സബ് ഇൻ്റർവെൽസ്. അതായത് ഇത് ടോട്ടലിൽ എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എന്ന് പറഞ്ഞാൽ n+1 പോയിന്റ്സ് ഉണ്ട്. ആൻഡ് അത് ഓരോ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഫസ്റ്റ് ഇൻ്റർവെൽ ഇസ് എക്സ് നോട്ട് എക്സ് വൺ, അതിന് നമ്മൾ പേര് വിളിക്കുന്നു I1. സോ I1 ഇസ് എക്സ് നോട്ട് എക്സ് വൺ, I2 ഇസ് എക്സ് വൺ എക്സ് ടു, ഇങ്ങനെ പോയിട്ട് IK ഇസ് ദ ക്ലോസ് ഇൻ്റർവെൽ xk-1 xk. ആൻഡ് IN is equal to xn-1 xn. അപ്പോൾ ഇവിടുത്തെ ഈ പോയിന്റ് xn-1. അപ്പോൾ ലാസ്റ്റ് ഇൻ്റർവെൽ ഇസ് IN. അപ്പോൾ ഇതിനെ പല സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഞാൻ ഡിഫൈൻ ചെയ്യുന്നു നോം ഓഫ് എ പാർട്ടീഷൻ. നോം ഓഫ് എ പാർട്ടീഷൻ പി ഇസ് എ റിയൽ നമ്പർ. നോം പി ഇതാണ് നൊട്ടേഷൻ. സോ നോം പി ഇസ് ദ മാക്സിമം ഓഫ് ദ വിഡ്ത്ത്. ഇപ്പോൾ x1 മൈനസ് എക്സ് നോട്ട്, അപ്പോൾ ഈ ഇൻ്റർവെൽ x2 മൈനസ് എക്സ് വൺ, അപ്പോൾ ഈ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽസിലെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് നോം. ഇനി അടുത്ത ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ടാഗ്ഡ് പാർട്ടീഷൻ. ഇപ്പോൾ നമ്മൾ ക്ലോസ് ഇൻ്റർവൽ എ ബിനെ പാർട്ടീഷൻ ചെയ്തു. ആ പാർട്ടീഷനിലെ പോയിന്റ്സ് എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ സബ് ഇൻ്റർവെൽസ് കിട്ടും. അപ്പോൾ ഓരോ സബ് ഇൻ്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ പോയിന്റ് ചൂസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സബ് ഇൻ്റർവെൽ ദാറ്റ് ഈസ് എക്സ് നോട്ട് എക്സ് വൺ. സോ എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറയുന്ന സബ് ഇൻ്റർവെല്ലിൽ നിങ്ങൾ T1 എന്ന് പറഞ്ഞ പോയിന്റ് ചൂസ് ചെയ്യും, ഏതെങ്കിലും പോയിന്റ്. ആൻഡ് അടുത്ത സബ് ഇൻ്റർവെൽ അതായത് x1 x2 എന്ന് പറയുന്ന സബ് ഇൻ്റർവെല്ലിൽ x1 x2 എന്ന് പറഞ്ഞ സബ് ഇൻ്റർവെല്ലിൽ നമ്മൾ പേര് വിളിക്കുക I2 എന്നാണ്. ഇത് I2. അതിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്യുക, നമ്മൾ അതിൻ്റെ പേര് വിളിക്കുന്നു T2.
അപ്പോൾ ആദ്യത്തെ സബ് ഇൻ്റർവെല്ലിൽ ചൂസ് ചെയ്യുന്ന പോയിന്റിനെ T1 എന്ന് വിളിക്കുന്നു, അടുത്തതിൽ T2, അടുത്തതിൽ T3. സോ ഇഫ് Ti is a point, if Ti is a point in the interval xi minus 1 xi, ക്ലോസ് ഇൻ്റർവെൽ xi minus 1 xi, നമ്മൾ അതിനെ I എന്ന നൊട്ടേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഓരോ സബ് ഇൻ്റർവെല്ലിലും ഓരോ പോയിന്റുകൾ വീതം നമ്മൾ ചൂസ് ചെയ്യുന്നു. അങ്ങനെ ചൂസ് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ ടാഗ്സ് എന്നാണ് വിളിക്കുക. ഓരോ ഇൻ്റർവെല്ലിലും നമ്മൾ ടാഗിങ് ആണ്. അപ്പോൾ ഓരോ പോയിന്റുകൾ ചൂസ് ചെയ്യുന്നു. ദെൻ ദ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ്, അതായത് ഈ സബ് ഇൻ്റർവെൽ അതിൽ ടാഗ്. അപ്പോൾ ആദ്യത്തെ സബ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ I1 T1 അല്ലെങ്കിൽ X0 X1, X0 X1. സോ ആദ്യത്തെ സബ് ഇൻ്റർവെൽ X0 X1 ആൻഡ് T1 അല്ലെങ്കിൽ I1 T1. ഓർഡേർഡ് പെയർ I1 T1. അടുത്ത കോമ ഓർഡേർഡ് പെയർ I2 T2, ഓർഡേർഡ് പെയർ I3 T3, അല്ലെങ്കിൽ xi minus 1 xi എന്ന് പറഞ്ഞ സബ് ഇൻ്റർവെൽ, അവിടുത്തെ ടാഗിങ് Ti. I വേരിയസ് ഫ്രോം 1 to n. അങ്ങനെ എക്സാക്ട്ലി എത്ര ഉണ്ടാവും, n സബ് ഇൻ്റർവെൽസ് ഉണ്ട്, അതിൻ്റെ ടാഗിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ദ കളക്ഷൻ ഓഫ് ഓർഡേർഡ് പെയേഴ്സ്, സബ് ഇൻ്റർവെൽ, ടാഗിങ്, മൊത്തത്തിന് നമ്മൾ വിളിക്കും ടാഗ്ഡ് പാർട്ടീഷൻ. ഒരു പാർട്ടീഷൻ വിത്ത് ടാഗ്, അതിനാണ് ടാഗ്ഡ് പാർട്ടീഷൻ വിളിക്കുന്നത്. നൊട്ടേഷൻ ഉപയോഗിക്കുന്നു P. അപ്പോൾ ഇനി ഞാൻ ഡിഫൈൻ ചെയ്യുന്നു റീമാൻ സം. ഇഫ് f ഫ്രം ക്ലോസ് ഇൻ്റർവെൽ AB to R be any function. അപ്പോൾ ക്ലോസ് ഇൻ്റർവെൽ AB to R ഒരു ഫംഗ്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഒരു ഫംഗ്ഷൻ y is equal to f of x and P be a tagged partition. അപ്പോൾ P be a tagged partition എന്ന് പറയുമ്പോൾ അതിന് ഇൻ്റർവെൽസ് ഉണ്ട്, സബ് ഇൻ്റർവെൽസ് ഉണ്ട്, ഓരോ ഇൻ്റർവെല്ലിലും Tiകളുണ്ട്. Be a tagged partition of closed interval AB. Then Riemann sum. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് Riemann sum. So Riemann sum of the function f under the tagged partition P. അപ്പോൾ അത് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വായിക്കണം. The Riemann sum of f under the tagged partition P is the sum. Notation നോക്കുക, Riemann sum of f under the partition tagged partition P is equal to the summation. കുറേ എണ്ണത്തിൻ്റെ സമ്മാണ്. ഇതിൻ്റെയൊക്കെ സമം f of Ti into xi minus xi minus 1. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർവെൽ എടുക്കുക, സബ് ഇൻ്റർവെൽ എടുക്കുക. ആദ്യത്തത് ഞാൻ X0 X1 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുക്കുന്നു. അവിടുത്തെ ഒരു ടാഗിങ് ഉണ്ട്, ഇത് T1. സോ f of T1 into x1 minus x0, അതായത് ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ ഇൻറ്റു ആ ടാഗിങ്ങിലെ ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ ശരിക്കും അത് വരാവുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്ത് ഞാൻ റെക്റ്റാങ്കിൾ ഏരിയ ആണ്, പ്ലസ് അടുത്ത സബ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക, അവിടുത്തെ ടാഗിങ് ഉണ്ട് T2. സോ f of T2 ഇൻറ്റു x2 minus x1. x2 minus x1 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ഇൻ്റർവെൽ. അപ്പോൾ ഈ രണ്ട് വിഡ്ത്തും സെയിം ആവണമെന്നില്ല, പക്ഷേ അവിടെ നമുക്ക് കിട്ടാവുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്ത് ഞാൻ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അതേപോലെ നെക്സ്റ്റ് സബ് ഇൻ്റർവെൽ എടുക്കുക x2 x3, അവിടെ ഒരു ടാഗിങ് ഉണ്ടാവും T3. ആ T3യിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻ ടു വിഡ്ത്ത്. സോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. സോ സം ഓഫ് ദ ഏരിയാസ് ഓഫ് റെക്റ്റാങ്കിൾസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റീമാൻ സം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റീമാൻ സം ഓരോ പാർട്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ പാർട്ടീഷൻ എടുക്കുന്നതനുസരിച്ച് വിഡ്ത്ത് മാറുമല്ലോ, ഓരോ ടാഗിങ്ങിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് ടാഗ്ഡ് പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു റീമാൻ സം ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് എന്താ റീമാൻ സം? ആ ടാഗ്ഡ് പാർട്ടീഷൻ്റെ ഓരോ ഇൻ്റർവെല്ലിലെയും ടാഗിങ്ങിലെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻ ടു ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് summation. So summation of f of Ti into xi minus xi minus 1. ഇതാണ് റീമാൻ സം. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ കേസിൽ പറഞ്ഞതാണ് ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ റെക്ടാങ്കിൾസ് വരും ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾസ് ടെൻസ് ടു 0. വിഡ്ത്ത് ഓഫ് മാക്സിമം ഇവിടെ ഈക്വൽ വിഡ്ത്ത് അല്ല, ഇവിടെ ഈക്വൽ വിഡ്ത്ത് അല്ലാത്തതുകൊണ്ട് ദ മാക്സിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നോം ഓഫ് ദ പാർട്ടീഷനാണ്. അപ്പോൾ നോം പി ടെൻസ് ടു 0 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ റെക്ടാങ്കിൾസ് വളരെ 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 ക്ലോസ് ആയിട്ട് ഈ പാർട്ടീഷനിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവുന്ന കേസിൽ ഈ റീമാൻ സം ഏതിന് ഈക്വൽ ആയേക്കാം? ദ ഏരിയ അണ്ടർ ദ ഗ്രാഫിന് ഈക്വൽ ആയിട്ട് വരാം.
നമ്മൾ റീമാൻ സം ഇവിടെ ഡിഫൈൻ ചെയ്തു. ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പറയും എന്നുള്ളത് നോക്കാം. ലെറ്റ് എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി ടു ആർ ബി എ ബൗണ്ടഡ് ഫംഗ്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബൗണ്ടഡ് ഫംഗ്ഷൻസിൻ്റെ കേസാണ്. എഫ് ഈസ് സെറ്റ് ടു ബി റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി. സോ ഈ ഫംഗ്ഷന് റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പറയും. ഇഫ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എൻ, ഇപ്പോൾ ഒരു എൽ വേണം, നമ്മൾ ആ എല്ലിനെ റീമാൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നൊട്ടേഷൻസ് ഉപയോഗിക്കും. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പേര് വിളിക്കും, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പേര് വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിയൽ നമ്പർ എൽ എക്സിസ്റ്റ് ചെയ്യണം. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട്? ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്. നമ്മൾ സാധാരണ കേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിനെയാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എൽ. എഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. എഫ് ഇസ് സെറ്റ് ടു ബി റീമാൻ ഇൻ്റഗ്രബിൾ ഇഫ് ദർ ഇസ് എ റിയൽ നമ്പർ എൽ സച്ച് ദാറ്റ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏത് ചെറിയ പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാലും ദർ എക്സിസ്റ്റ് ഡെൽറ്റ എപ്സിലോൺ. ആ ഡെൽറ്റ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടാവണം സച്ച് ദാറ്റ് ഇഫ് പി ഈസ് എനി ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതാണ്. അപ്പോൾ നോം പി ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള ഏത് ടാഗ്ഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും, അതായത് ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട്, വളരെ ചെറിയ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ കാണാൻ പറ്റണം. വിത്ത് എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എടുത്താലും റീമാൻ സം ഓഫ് എഫ് അണ്ടർ ദ ടാഗ്ഡ് പാർട്ടീഷൻ പി. അപ്പോൾ നോം ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള ടാഗ്ഡ് പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സം, ആ റീമാൻ സമ്മും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതാവണം. അതായത് ഈ റീമാൻ സമ്മും എല്ലും വളരെ ക്ലോസ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത റീമാൻ സം എന്ന് പറഞ്ഞാൽ ഇത് സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ റെക്ടാങ്കിൾസ് ആണ്. ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്തിട്ട് ടാഗിങ് എടുത്തിട്ട് ആ ടാഗിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ടി ഐ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾസ്, അതിനെല്ലാം കൂടെ സം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും ഓരോ പാർട്ടീഷനും. അപ്പോൾ നമ്മളിവിടെ പറയുന്ന കാര്യം അതാണ്, ഏത് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എടുത്താലും അങ്ങനെ ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും കറസ്പോണ്ടിങ് ടു എപ്സിലോൺ സച്ച് ദാറ്റ് ആ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നോം ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള പാർട്ടീഷൻസിനൊക്കെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സമ്മുകൾ. അപ്പോൾ ഓരോ പാർട്ടീഷനും ഓരോ വാല്യൂ ആയിരിക്കും റീമാൻ സമ്മിന്. അപ്പോൾ നോം ലെസ് ദാൻ ഡെൽറ്റ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ 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 ക്ലോസ് ആയിരിക്കാം ഈ പോയിന്റ്സ്. അങ്ങനെ ഒരു ഡെൽറ്റ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. വളരെ ചെറുതായി കൊണ്ട് ഒരു ഡെൽറ്റ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആ നോം പി ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന പാർട്ടീഷൻസിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സമ്മിൻ്റെ വാല്യൂവും എല്ലിൻ്റെ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ. അല്ലെങ്കിൽ എത്ര തന്നെ ചെറിയ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് പാർട്ടീഷൻസ് കാണാൻ പറ്റും, ടാഗ്ഡ് പാർട്ടീഷൻസ് കാണാൻ പറ്റും. അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സമ്മും ഈ പറഞ്ഞ എല്ലും വളരെ ക്ലോസ് ആവും. വളരെ ക്ലോസ് ആവുന്ന പറഞ്ഞാൽ എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും അവർ തമ്മിലുള്ള ഡിഫറൻസ്. അത് എത്ര ചെറിയ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും. സോ എന്ത് പറയാം, നോം പി ടെൻസ് ടു 0 ആവുന്ന സമയത്ത്, വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾസ് ടെൻസ് ടു 0 ആവുന്ന സമയത്ത് റീമാൻ സം ഏതിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയാം? എല്ലിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെ ഒരു എൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. സോ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ഇനി ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അങ്ങനെ ഒരു എൽ എക്സിസ്റ്റ് ചെയ്യുമല്ലോ, ആ എല്ലിനെയാണ് നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് വിളിക്കുക, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വിളിക്കുക. ആൻഡ് സെറ്റ് ഓഫ് ഓൾ റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓൺ ക്ലോസ് ലെവൽ എ ബി. ക്ലോസ് ലെവൽ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസിനെയും നമ്മൾ ഇങ്ങനെ നൊട്ടേഷൻ ഉപയോഗിക്കും, ആർ ഓഫ് ക്ലോസ് ലെവൽ എ ബി. സോ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ക്ലോസ് ലെവൽ എ ബി എന്ന് പറഞ്ഞാൽ എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. അപ്പോൾ കുറേ ഡെഫിനിഷൻസ്, കുറേ ടേംസ് ആണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. സോ പറഞ്ഞ പ്രകാരം എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു ഡെൽറ്റ കാണാൻ പറ്റണം സച്ച് ദാറ്റ് ഫോർ എവരി ടാഗ്ഡ് പാർട്ടീഷൻ പി വിത്ത് നോം പി ഇസ് ലെസ് ദാൻ ഡെൽറ്റ, നോം പി ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള കേസുകളിലൊക്കെ റീമാൻ സം ഓഫ് എഫ് അണ്ടർ ദ പാർട്ടീഷൻ പി മൈനസ് എ പെർട്ടിക്കുലർ റിയൽ നമ്പർ ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതിനർത്ഥം നോം പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നോം പി മൈനസ് 0 ഇസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് റീമാൻ സം മൈനസ് എൽ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് നോം പി, ഇത് നമുക്ക് ഇങ്ങനെയും പറയാമല്ലോ, നമ്മൾ ലിമിറ്റിന്റെ കേസാണല്ലോ. നോം പി ടെൻസ് ടു 0 ആവുന്ന കേസുകളിൽ റീമാൻ സം
minus L is less than epsilon എന്ന് പറഞ്ഞാൽ Riemann sum is tending to L. So a limit of Riemann sum L as a norm P tends to 0. നമ്മൾ ക്ലോസ് ഇന്റർവെൽ എബിനെ പാർട്ടീഷൻ ചെയ്യാണ്. പല രീതിയിലുള്ള പാർട്ടീഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇന്റർവെല്ലും ടാഗിങ് നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ടാഗ്ഡ് പാർട്ടീഷൻസ് കൺസിഡർ ചെയ്യുന്നു. ഇതില് വിഡ്ത്ത് ഓഫ് ദ ഇന്റർവെലിന്റെ മാക്സിമം വാല്യൂ ആണ് പി. സോ ആസ് നോം പി ടെൻസ് ടു 0, അതിന്റെ അർത്ഥം ഈ വിഡ്ത്ത് ഓഫ് ദ ഇന്റർവെൽസ് കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് corresponding Riemann sum of f under the partition P approaches to a particular real number. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എല്ലിനെയാണ് നമ്മൾ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്പർ എൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റീമാൻ ഇന്റഗ്രബിൾ എന്ന് പറയും. അപ്പൊ ആ രീതിയിൽ ലിമിറ്റ് വശം ലിമിറ്റ് ഓഫ് റീമാൻ സംസ് ഒരു പർട്ടിക്കുലർ റിയൽ നമ്പർ ആവണം എന്നും നമുക്ക് ഇന്റഗ്രബിൾ എന്നുള്ളതിന്റെ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനെ മാറ്റിയിടണം. ഇനി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സ് ആണ്, എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. നമ്മൾ സാധാരണ ഫംഗ്ഷൻസ് കേസിൽ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഇന്റഗ്രൽ വാല്യൂ തന്നെയാണ് ഇവിടെ എൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എഫ് ഇന്റഗ്രബിൾ ആണെങ്കിൽ ആ എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയുള്ള ഇന്റഗ്രൽ വാല്യൂ തന്നെയാണ്. ഇവിടെ രണ്ട് എക്സാമ്പിൾസ് ഡീൽ ചെയ്യാണ്, ഇന്റഗ്രബിൾ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് ഡീൽ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ റീമാൻ ഇന്റഗ്രൽസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഫംഗ്ഷൻസ് ഇന്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാണ് ഇനി അടുത്ത ചെയ്യാൻ പോകും. അടുത്ത പ്രോബ്ലം നോക്കാം. ലെറ്റ് എഫ് ഫ്രം ക്ലോസ് ഇന്റർവൽ 0, 5 to R. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെൽ 0, 5 എന്ന് പറഞ്ഞ ഇന്റർവെലാണ്. ഡിഫൈൻഡ് ബൈ, അവിടെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ത്രീ ആണ് ഈ ഇന്റർവെൽ കംപ്ലീറ്റ് ഫംഗ്ഷന്റെ വാല്യൂ. സോ അറ്റ് ഹൈറ്റ് 3 ആണ് ഫംഗ്ഷൻ. ഷോ ദാറ്റ് എഫ് ഇസ് റീമാൻ ഇന്റഗ്രബിൾ. ഈ ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. റീമാൻ ഇന്റഗ്രബിൾ ആവണമെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ എൽ കിട്ടണം. ഞാൻ ഇവിടെ എൽ നമുക്ക് നേരത്തെ തന്നെ വേണമെങ്കിൽ കണ്ടുവയ്ക്കാം. നമുക്ക് ഇന്റഗ്രേഷൻ ഒക്കെ അറിയുന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആണ്. 3 അല്ലേ ഫംഗ്ഷൻ. സോ ഇന്റഗ്രൽ 3 dx ഫ്രം 0 to 5 ആ. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 3 കോൺസ്റ്റന്റ് പുറത്ത്. സോ 3 എക്സ് എന്ന് വരും. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 0 to 5. സോ ആൻസർ ഇസ് 15. നമ്മൾ ആ എൽ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ 15 ആണ്. എന്നാൽ പോലും ഒരു എൽ എക്സിസ്റ്റ് ചെയ്യണം വിത്ത് എ കണ്ടീഷൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കിട്ടണം. ഫോർ എവരി ടാഗ്ഡ് പാർട്ടീഷൻ പി വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ റീമാൻ സം മൈനസ് എൽ ഇസ് ലെസ് ദാൻ എപ്സിലോൺ കിട്ടണം. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ വെറുതെ എടുക്കുക, കാരണം ഇവിടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ലെറ്റ് പി ഈസ് ഈക്വൽ ടു ordered pairs xi minus 1 xi, the closed interval xi minus xn ti, I varies from 1 to 8, be a tagged partition of 0, 5. അപ്പോൾ ഈ 0, 5 നമ്മൾ പല ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അവിടെയൊക്കെയും ഓരോ ടാഗിങ് കൊടുക്കുന്നു. T1, അടുത്ത ഇന്റർവെൽ T2, അടുത്ത ഇന്റർവെൽ T3, ഇങ്ങനെ ഓരോ ഇന്റർവെൽ ഓരോ പോയിന്റുകൾ ചൂസ് ചെയ്യുന്നു. ഇതാണ് ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എന്ന് വേണം. അപ്പോൾ ഡെൽറ്റ നമുക്ക് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കാണണം. ഇനി എന്താണ് ഈ പിക്ക് കറസ്പോണ്ടിങ്, ഈ ടാഗ്ഡ് പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സം? സോ റീമാൻ സം S corresponding to Riemann sum of F corresponding to the tagged partition. Our definition prakaram that is sigma f of pi into xi minus xi minus 1. I varies from 1 to 8. ഇതാണ് ഡെഫിനിഷൻ. അതായത് ഓരോ ഇന്റർവെല്ലിലും ലെങ്ത് xi minus 1 into f of ti. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് f of ti യുടെ വാല്യൂ 3 ആണ്. ഇത് 3 ആണ്.
So 3 നമുക്ക് പുറത്തെടുക്കാം. So 3 into sigma I is equal to 1 to n xi minus xi minus 1. ശരി, എന്താ xi minus 1ന്റെ സം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ that is 3 times I 1 ആവുന്ന സമയത്ത് x1 minus x0 plus I 2 ആവുന്ന സമയത്ത് x2 minus x1 plus x3 minus x2 ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് n ആവുന്ന സമയത്ത് xn minus xn minus 1 വരും. അതിൽ x1 കട്ട് ചെയ്തു പോകും, x2 കട്ട് ചെയ്തു പോകും, എല്ലാം കട്ട് ചെയ്തു പോയിട്ട് ലാസ്റ്റ് വരാവുന്ന 3 ടൈംസ് ഇവിടെയുള്ള xn ബാക്കി വരും മൈനസ് x0. xn നമ്മളിങ്ങനെ പാർട്ടീഷന്റെ കേസിൽ പ്രത്യേകം പറഞ്ഞു ഈ ഫസ്റ്റ് പോയിന്റ് ആണ് x0, അതിവിടെ 0 ആണ്. ലാസ്റ്റ് പോയിന്റ് ആണ് xn. സോ xnന്റെ വാല്യൂ 5 ആണ്. സോ 5 minus 0 that is 15. ഇത് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വെറുതെ ചിന്തിച്ച് നോക്കൂ. xi minus xi minus 1 എന്ന് പറഞ്ഞാൽ ഓരോ ഇന്റർവെല്ലിൽ വിഡ്ത്ത് ആണ്. അങ്ങനെ വിഡ്ത്തുകളുടെ സം എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് വരിക. ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 5. So 3 into 5 that is 50. ഇത് ഏത് ടാഗഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും സെയിം വാല്യൂ ആണ്. അപ്പൊ അതാണ് ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത. ഏത് ടാഗഡ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും റിമാൻ സമ്മിന്റെ വാല്യൂ 15 തന്നെയാണ്. നമുക്ക് വേണ്ടതായിരുന്നു ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു ഡെൽറ്റ കാണാൻ പറ്റണം. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നോം പി ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന എല്ലാ ടാഗഡ് പാർട്ടീഷന്റെ കേസിലും റീമാൻ സം മൈനസ് ഒരു പർട്ടിക്കുലർ നമ്പർ, ആ പർട്ടിക്കുലർ നമ്പർ അവിടെ 15 ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ 15 എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ വാല്യൂ വരിക? ഏത് ടാഗഡ് പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഈ ഫംഗ്ഷന്റെ കേസിൽ റീമാൻ സം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ 15 ആണ്. സോ ഇത് 15 ആണ്. സോ ദിസ് ഇസ് മോഡുലസ് ഓഫ് 15 minus 15 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ആ എൽ എന്നുള്ളത് 50 എന്ന് എടുത്തു കഴിഞ്ഞാൽ റീമാൻ സമ്മിന്റെ വാല്യൂ എന്തായാലും 15 ആണ്. സോ 15 minus 15 എന്ന് പറഞ്ഞാൽ 0 എന്ന് വരികയാണ്. അത് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും എത്ര തന്നെ ചെറിയ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഡെൽറ്റയോ? അതിനർത്ഥം ഡെൽറ്റ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കാരണം L 15 എടുത്തു കഴിഞ്ഞാൽ റീമാൻ സം മൈനസ് 15 എന്തായാലും 0 ആണ് വരിക. അത് ഏത് കേസിലും നമുക്ക് ഏതിനേക്കാൾ ചെറുതായിട്ട് കിട്ടും, എപ്സിലോണിനേക്കാൾ ചെറുതായിട്ട് എടുക്കും. സോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കാരണം ഈ 5നെ 0 to 5 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ നോം ലെസ് ദാൻ ഡെൽറ്റ ആവണമെന്നല്ലേ. ഞാൻ തൽക്കാലം ഇവിടെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുന്നു. Then for any tagged partition P with norm P less than delta, ഏത് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും നോം പി ലെസ് ദാൻ ഡെൽറ്റ ഏത് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും എന്തായാലും റീമാൻ സമ്മിന്റെ വാല്യൂ 15 ആണ്. 15 minus 15 that is 0 ആയി. 0 is less than epsilon ആയി. Therefore F is Riemann integrable അല്ലെങ്കിൽ so F belongs to R of 0, 5. കമ്പ്യൂട്ടർ. പക്ഷെ ഇത് വളരെ എളുപ്പം പ്രൂവ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിനെ പുറത്തെടുക്കാൻ പറ്റി. നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. സോ റീമാൻ സം ഏത് ടാഗഡ് പാർട്ടീഷനും സെയിം വാല്യൂ ആണ്, 15 ആണ്. സോ എല്ലിന്റെ വാല്യൂ 15 എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസ് എത്രയാവും? 0 വരും. അത് എപ്സിലോണിനേക്കാൾ ചെറുതും. അപ്പൊ ഇതിലെ രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് പോവാം. ലെറ്റ് h be a function from closed interval 0 to 2r. Closed interval 0 to 2 ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. and defined by h of x is equal to ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ല, പക്ഷെ രണ്ട് കോൺസ്റ്റന്റുകളുടെ കോമ്പിനേഷൻ ആണ്. 0 to 1 ൽ ഫംഗ്ഷന്റെ വാല്യൂ is 2 and 1 to 2 ൽ ഫംഗ്ഷന്റെ വാല്യൂ 1. show that h belongs to r of closed interval 0 to അല്ലെങ്കിൽ show that h is Riemann integrable and evaluate the integral. so evaluate the integral എന്ന് പറഞ്ഞാൽ നമ്മൾ ആ Riemann sum minus a particular number L is less than epsilon എന്ന് പ്രൂവ് ചെയ്യുമല്ലോ, ആ L ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് 0 to 2 ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 0 to 2 and 0 to 1 ൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ is 2 and 1 to 2 ൽ ഫംഗ്ഷന്റെ വാല്യൂ is 1.
ശരി, നമ്മൾ റിമാൻ സം കാണും. ആദ്യം ഇതിനെ പാർട്ടീഷൻ ചെയ്യും, ടാഗ്ഡ് പാർട്ടീഷൻ കൺസിഡർ ചെയ്യും, കറസ്പോണ്ടിങ് റിമാൻ സം ഇവാലുവേറ്റ് ചെയ്യും, എക്സെട്ര എക്സെട്ര നമ്മൾ ചെയ്തു പോകും. അതിന് മുമ്പ് ഇന്റഗ്രലിന്റെ വാല്യൂ എല്ലിന്റെ വാല്യൂ അല്ലാതെ നമുക്കറിയാമല്ലോ. ഇന്റഗ്രലിനെ 0 to 2 ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 to 2 h(x) dx ഇവാലുവേറ്റ് ചെയ്താൽ. പക്ഷെ ഇത് ഗ്രാഫ് വരച്ച സ്ഥിതിക്ക് ഇനി അല്ലാതെ ഇനി കാണാമല്ലോ. ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ താഴെ ഏരിയ അല്ലേ, ഈ ലെങ്ത് 1 ആണ്, ഈ ഹൈറ്റ് 2 ആണ്. ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 to 2 ആയി. സോ 2 ആൻഡ് ഇവിടെ ഹൈറ്റ് 1 ആണ്, ഈ ലെങ്ത് 1 ആണ്. സോ 1 into 1 1, സോ 3. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആ വാല്യൂ എല്ല് ആദ്യമേ ഒന്ന് കണ്ടുവയ്ക്കാം. സോ 3 ആണ് ഇന്റഗ്രലിന്റെ വാല്യൂ വരാൻ പോകുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let P is equal to set of all ordered pairs, closed interval xi minus and xy, and tagging Ti. I varies from 1 to n. Be a tagged partition of closed interval 0 to with norm P less than delta. ഞാൻ തൽക്കാലം norm P less than delta എടുക്കുന്ന ഡെൽറ്റ നമുക്ക് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടതാ, അത് അവസാനം കാണാം. എന്തായാലും ഞാൻ ഇതിനെ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഇന്റർവെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ട് T1, T2, T3 ഇങ്ങനെ കണ്ടുപോവാണ്. നമ്മളിനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമാൻ സം കാണും. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പ്രശ്നം, നേരത്തെ കേസിൽ f(ti) ഒക്കെ ഒരു ഫിക്സഡ് വാല്യൂ ആയിരുന്നു. ഇവിടെ അങ്ങനെ വരില്ല. ഈ പോർഷനിലൊക്കെ f(ti) യുടെ വാല്യൂ 2 ആയിരിക്കും. ആൻഡ് ഇവിടെയുള്ള ടാഗിങ്ങുകൾക്ക് f(ti) അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ടാഗിങ്ങുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷന്റെ വാല്യൂ 1 ആവും. പക്ഷെ അത് എവിടെ വെച്ചാൽ ഷിഫ്റ്റിംഗ് വരുന്നു എന്നുള്ള ചെറിയൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓൾസോ ലെറ്റ് n be such that Tm is less than 1 and Tm plus 1 is greater than or equal to. അപ്പൊ ഇങ്ങനെ പോയിട്ട് T1, T2, T3 ഒക്കെ പോയിട്ട് ഏതോ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ടാഗിങ്ങില് Tm1നേക്കാൾ ചെറുതാവുകയും Tm plus 1 അപ്പുറത്ത് വരികയും ചെയ്യും. കാരണം അങ്ങനെ വരുന്ന Tmകൾക്ക് ഫംഗ്ഷന്റെ വാല്യൂ 2 ആയിരിക്കും. പക്ഷെ Tm plus 1 ഫംഗ്ഷന്റെ വാല്യൂ 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ Tm plus 1 greater than or equal to 1 എടുത്തത്. കാരണം 1ന് ഫംഗ്ഷന്റെ വാല്യൂ ഏതാണ്? 1 ആണ്. അപ്പൊ അങ്ങനെയുള്ള ഏതോ ഒരു T1, T2, T3 Tm നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുകയാണ്. Then Riemann sum is equal to, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം that is sigma I is equal to 1 to n f(ti) into xi minus xi minus 1 ആണ്. പക്ഷെ ഇവിടെ ഈ f(ti)യുടെ വാല്യൂ കോൺസ്റ്റന്റ് അല്ല. പക്ഷെ ഈ പോർഷനിൽ വാല്യൂ 2 ആണ്, അപ്പുറത്തെ പോർഷനിൽ വാല്യൂ 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. This is equal to I varies from 1 to m f(ti) into xi minus xi minus 1 plus sigma I varies from m plus 1 to n f(ti) into xi minus xi minus 1 വരുന്നു. കാരണം f(t1), f(t2) etc. f(tn) വരെ നമുക്ക് പോകണം. അപ്പൊ അതില് f(tm) വരെ വാല്യൂ 2 ആണ്. So this is 2 times sigma I varies from 1 to m xi minus xi minus 1 വരും. പ്ലസ് ഇതാണെങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആ വരിക. m plus 1 തൊട്ടിട്ട് m plus 1. So f of m plus 1 ന്റെ വാല്യൂ f of tm plus 1 ന്റെ വാല്യൂ 1 ആണ്. f of tm plus 2 ന്റെ വാല്യൂ 1 ആണ്. ഇവിടെയൊക്കെയും വാല്യൂ ഏതാ വരുന്നത്? 1 ആ വരിക. സോ അവിടെ വരാവുന്ന സിഗ്മ xi minus xi minus 1 വരും. I varies from 1 to m plus 1 to n. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ
ക്വസ്റ്റ്യനിൽ ഇതേപോലെ വന്നപ്പോൾ ചെയ്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ I1 ആകുമ്പോൾ x1 മൈനസ് എക്സ് നോട്ട്, x2 മൈനസ് x1, x3 മൈനസ് x2 ഇങ്ങനെ എഴുതി പോയ എല്ലാം കട്ട് ചെയ്ത് പോകും. രണ്ടുപേര് ബാക്കി വരും. ഒന്ന് ഏതൊക്കെയാ ബാക്കി വരുന്നത്? m ആവുന്ന കേസ്, ദാറ്റ് ഈസ് xm മൈനസ് എക്സ് നോട്ട്. ഇതാണ് ക്യാൻസൽ ചെയ്യാതെ ബാക്കി വരാൻ ചാൻസ് ഉള്ളത്. അതായത് എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് xm ആൻഡ് 1 ആവുന്ന കേസിൽ ഇത് രണ്ടും ക്യാൻസൽ ആവില്ല. പ്ലസ് അതേപോലെ ഇവിടെ m+1 തുടങ്ങുന്നത് ആൻഡ് എന്നിലാണ്. ഇതും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ xm+1 മൈനസ് xm, xm+2 മൈനസ് xm+1 ഇങ്ങനെ എഴുതിപ്പോയി ലാസ്റ്റ് xn മൈനസ് xn -1 വരും. എല്ലാം കട്ട് ചെയ്ത് പോകും. ആകെ രണ്ടെണ്ണം ബാക്കി വരും. ഒന്ന് xn ആവില്ല ആൻഡ് മൈനസ് ലാസ്റ്റ് വരാവുന്നത് im+1 ആവുന്ന ഈ കേസ്, ദാറ്റ് ഈസ് xm. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 2xm ഉണ്ട്, ഇവിടെ ഒരു xm മൈനസ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സിഗ്മയൊക്കെ പോയി. 2xm ആൻഡ് ഇവിടെയുള്ള xm മൈനസ് ചെയ്യുന്ന സമയത്ത് ഒരു xm ആവില്ല. മൈനസ് 2x0 പ്ലസ് xn. നോട്ട് x0. നമ്മൾ ഈ പാർട്ടീഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് x0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ആൻഡ് xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ്. സോ x0ന്റെ വാല്യൂ 0 ആണ്, xnന്റെ വാല്യൂ 2 ആണ്. സോ ദിസ് ഈസ് 2 പ്ലസ് xm. ഇപ്പൊ ഇവിടെ റിമാൻ സം കിട്ടിയത് 2 പ്ലസ് xm എന്നാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു കിട്ടിയത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ. ഇവിടെ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? xmനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഏതാ ഇവിടെ xm? x0, x1, x2, x3 ഇങ്ങനെ പോയിട്ട് ഇവിടെ എവിടെയോ ഉള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്, പാർട്ടീഷനിലെ പോയിന്റ് ആണ് xm. അതിന്റെ അർത്ഥം ഈ റിമാൻ സം ക്ലിയർ ആയിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? പാർട്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യണം. പാർട്ടീഷൻ മാറുന്നതിനനുസരിച്ച് റിമാൻ സമിന്റെ വാല്യൂ മാറും. നമുക്ക് റിമാൻ സം മൈനസ് ഒരു പർട്ടിക്കുലർ നമ്പർ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൊണ്ടുവരണമെങ്കിൽ അത് ഓരോ പാർട്ടീഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ xmനെ ഒന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇതിനെ ഈ xmനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലോട്ട് മാറ്റി എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. ഈ കറക്റ്റ്ലി xm എവിടെയാ വരിക? നമ്മൾ ഈ tm എന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ് എടുക്കുന്നത്? ഇതിനെ മാത്രമായിട്ട് ഈ ഒരു പോർഷനെ ഇങ്ങോട്ട് മാറ്റി എടുക്കുകയാണ്. സോ 1 ഇവിടെ ഉണ്ട്. സോ tm എന്ന് പറയുന്നത് ഇവിടെ വരിക ആൻഡ് tm+1 അതിന്റെ അപ്പുറത്ത് വരിക, അത് ഉറപ്പാണ്. ആൻഡ് tm എന്ന് പറയുന്ന ടാഗിങ് നമ്മൾ ഒരു ഇന്റർവെൽ എടുക്കുന്ന സമയത്ത് xk -1 xk എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ടാഗിങ് ആണ്. ഇതിന്റെ അകത്തുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് tk എടുക്കുന്നത്. അങ്ങനെയാണ് ഡെഫിനിഷൻ എടുത്തത്. സോ ഇവിടെ tm എടുക്കാവുന്നത് xm-1 ആൻഡ് xm എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ഒരു പോയിന്റ്. അതേപോലെ ഈ tm+1 എന്ന് പറയുന്നത് ശരിക്ക് ടാഗിങ് വരുന്ന ഏത് ഇന്റർവെല്ലിലെ ടാഗിങ് ആയിരിക്കും? xm+1. സോ xm+1 എന്ന് പറയുന്നത് പോയിന്റ് അതിന്റെ അപ്പുറത്തായിരിക്കും. xm ഇത് xm-1 ആണ്. അതിന്റെയും xmന്റെ ഇടയ്ക്കാണ് tm എന്ന് പറഞ്ഞ ടാഗിങ്. ആൻഡ് xmന്റെയും xm+1ന്റെ ഇടയിലുള്ള പോയിന്റ് tm+1. അത് ഓക്കെയാണ്. സോ എവിടെയാ xm 1ന്റെ ഇപ്പുറത്താണോ 1ന്റെ അപ്പുറത്താണോ എന്ന് സംശയമുണ്ട്. അത് ഡിപ്പെൻസ്, നമ്മൾ പാർട്ടീഷൻ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. എന്തായാലും ഇവിടെ എവിടെയോ ആണ്, ഈ ഏരിയയിൽ എവിടെയോ ആണ് ഇത് xm. നമ്മൾ ഈ പാർട്ടീഷന്റെ നോർമൽ ലെസ് ദാൻ ഡെൽറ്റ നടത്തുക. അപ്പൊ ഓരോ ഇന്റർവെല്ലിന്റെയും ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡെൽറ്റനേക്കാൾ ചെറുതാവും, ഇതും ഡെൽറ്റനേക്കാൾ ചെറുതാവും. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്നുള്ളത് ക്ലിയർ ആയിട്ട് 2 ഡെൽറ്റനേക്കാൾ ചെറുതാണ്. അപ്പൊ ഞാൻ ആ കാര്യം ഇവിടെ ഇങ്ങനെ എഴുതാണ്. നൗ വി ഹാവ് നമ്മുടെ xm ഇവിടെ എവിടെയോ ആണുള്ളത്. ഇത് xm-1 ആൻഡ് ഇത് xm-1, ഇത് xm+1. സോ xm-1ഉം xm+1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ഡെൽറ്റനേക്കാൾ ചെറുതാവും. അപ്പൊ അതിന്റെ ഇടയിലുള്ള 2 പോയിന്റ്സുകൾ ഞാൻ ചൂസ് ചെയ്യണം. ഒന്ന് xm, രണ്ടാമത്തെ 1.
ഈ എക്സമും വണ്ണും എന്തായാലും ഇവരുടെ രണ്ടുപേരും ഇടയിലെ രണ്ട് പോയിന്റുകളാണ്. അപ്പൊ അവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും ഇവരെക്കാൾ ചെറുതായിരിക്കും. എക്സ് എം -1 അതിൽ ആരെ വലുതെന്നുള്ളത് സംശയമുണ്ട്. അപ്പോൾ ഞാനൊരു മോഡുലസ് എടുക്കുകയാണ്. ലെസ് ദാൻ എക്സ് എം പ്ലസ് 1 മൈനസ് എക്സ് എം. നോ, എക്സ് എം -1. വളരെ എളുപ്പം മനസ്സിലാക്കി വെക്കാം. ഒന്നുകൂടെ പറയുന്നു. എക്സ് എം -1 ഉണ്ട്, എക്സ് എം പ്ലസ് 1 ഉണ്ട്, ഇതിന്റെ ഇടയിൽ എവിടെയോ 1 ഉണ്ട്. എക്സ് എം ഇവിടെയോ ആയിട്ട് വരും. സോ എന്തായാലും എക്സ് എം ഇസ് എ പോയിന്റ്. എക്സ് എം ആൻഡ് 1 ആർ 2 പോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ എക്സ് എം -1 ആൻഡ് എക്സ് എം പ്ലസ് 1. അപ്പൊ ഈ രണ്ടുപേരുടെ ഡിഫറൻസ് എന്തായാലും ഇവരെക്കാൾ ചെറുതായിരിക്കണം, ഇവരുടെ ഡിഫറൻസിനേക്കാൾ ചെറുതായിരിക്കണം. അതേപോലെ ഞാൻ ഉപയോഗിക്കുന്നത്. ഇവരുടെ ഡിഫറൻസ് ഇവിടെയാണ് എക്സ് എം എങ്കിൽ ഈ ലെങ്ത് ഡെൽറ്റ, ഈ ലെങ്ത് ഡെൽറ്റനേക്കാൾ ചെറുത്. സോ ഈ ടോട്ടൽ ലെങ്ത് 2 ഡെൽറ്റനേക്കാൾ ചെറുതാണ്. ഇവിടെ മോഡൽസ് ഇല്ലാത്തതിന് കാരണം എക്സ് എം പ്ലസ് 1 ആണ് ക്ലിയർലി എക്സ് എം -1നേക്കാൾ വലുത്. സോ ദിസ് ഇസ് ലെസ് ദാൻ 2 ഡെൽറ്റ. ഇത്രയും കൊണ്ടുവരാനുള്ള കാരണം നമുക്ക് ഇവിടെ എക്സ് എം വേണം. So therefore modulus of xm -1 is less than 2 delta. So minus 2 delta is less than xm -1 is less than 2 delta. 1 അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ minus 2 delta plus 1 is less than xm minus is less than 2 delta plus 1 ആയി. നമുക്കുണ്ട് 2 plus xm ആണ്. So മൊത്തമായിട്ട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ minus 2 delta plus 3 is less than xm plus 2 is less than 2 delta plus 3i. So ഇത് Riemann sum ആണ്. So minus 2 delta plus 3 is less than Riemann sum of f under the partition P is less than 2 delta plus 3 എന്ന് വന്നു. ഇത്രയും കൂടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ minus 2 delta is less than Riemann sum under the partition P minus 3 is less than 2 delta എന്നായി. മോഡുലസിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് മോഡ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഡെൽറ്റ എന്നുണ്ടല്ലോ. അപ്പൊ നേരെ തിരിച്ച് നമുക്ക് അതേപോലെ തന്നെ പറയാമല്ലോ. അപ്പൊ ഇത് ലെസ് ദാൻ minus 2 delta ആൻഡ് പ്ലസ് 2 delta ആണ്. Therefore, modulus of Riemann sum of f under P minus 3 is less than 2 delta. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളോട് പോവാം. നമുക്കൊരു പെർട്ടിക്കുലർ നമ്പർ L വേണമായിരുന്നു. ആ L നമുക്കിവിടെ 3 നൽകാം. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു ഡെൽറ്റ കാണാൻ പറ്റണം. വിത്ത് എനി ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് the interval 0 to 2 with norm is less than delta. Riemann sum minus IL less than epsilon എന്ന് പറയും. അപ്പൊ ഇത് ലെസ് ദാൻ 2 ഡെൽറ്റ ആണ്. അപ്പൊ ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയണമെങ്കിൽ ഡെൽറ്റ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം? ഡെൽറ്റ എപ്സിലോൺ ബൈ 2 എന്ന് ചൂസ് ചെയ്താൽ മതി. സോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ഡെൽറ്റ is equal to epsilon by 2. Then for any tagged partition P with norm P less than delta, we get Riemann sum of f under P minus 3 is less than 2 delta എന്നുള്ളത് ഡെൽറ്റ നമ്മൾ എടുത്തിരിക്കുന്ന epsilon by 2 ആണ്. ലെസ് ദാൻ epsilon എന്ന് വന്നു. So f is Riemann integrable. So f is Riemann integrable, or നമുക്ക് പറയാം f belongs to R of ഏത് ഇന്റർവെൽ ആണ്? ക്ലോസ് ഇന്റർവെൽ 0 to 2 and integral 0 to 2 f is equal to ഇന്റഗ്രലിന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ ഈ 3 ആണ്. ഞാനിവിടെ എഴുതി പോയ സമയത്ത് എച്ച് ആയിരുന്നു ഫംഗ്ഷൻ എടുത്തത്. ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എല്ലാം എഫ് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് കറക്ഷൻസ് വരുത്തുന്നില്ല. പകരം ഇവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷനെ
ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എഫ് എന്നാക്കാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 in the interval 0 to 1 and 1 in the interval 1 to 2. അപ്പൊ ഈ ഒരു പോർഷനിൽ മാത്രമേ ചെറിയൊരു പ്രശ്നം വരുന്നുള്ളൂ. ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് 2 + x. അപ്പൊ ഇതൊന്നും കൂടെ എന്താണെന്ന് ചെയ്തത് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യം ക്ലിയർ. സോ രണ്ടാമത്തെ ഫംഗ്ഷൻ വന്നു. അപ്പൊ ഇനി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇത് കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡീൽ ചെയ്ത പോലെയല്ല ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ വരുന്ന സമയത്ത്. അപ്പൊ അടുത്ത എക്സാമ്പിൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എക്സ് ആണ്. എക്സ് റിമൈൻ ഇന്റഗ്രബിൾ. നമുക്ക് അറിയാം എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ x²/2 ആൻഡ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.